വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കൂട്ടുപുഴ പാലം കഴിഞ്ഞാൽ ഈ രണ്ടാളുകളും ഒരു മുന്നണിയുടെ ഭാഗമാണ്. അതെ. തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ്, സീതാറാം യെച്ചൂരിയുടെ ഫോട്ടോ വെച്ചിട്ടല്ല CPM സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്കൊരു അവസരം തരാതിരിക്കാനാണ് അവർ മത്സരിക്കുന്നത്. അതായത് എന്തിന് ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കും? എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടാൻ പറ്റും? EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഹാർട്ട് അറ്റാക്കായി മരിക്കുമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്നുള്ളതായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. തീർച്ചയായും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ പോലും അംഗീകരിച്ചത് കോൺഗ്രസ് മുക്ത ഇന്ത്യ, കോൺഗ്രസിനെ ഒന്നാം നമ്പർ ശത്രുവായി കണ്ടുകൊണ്ടായിരുന്നു. രാഷ്ട്രീയ ശത്രുവാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം CPM-ന്റെ അല്ല. അത് BJP ആവിർഭവിച്ച തുടക്കം കുറിച്ച കാലം മുതൽ ഞങ്ങൾ പറയുന്നത് തന്നെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം. കാരണം ഈ രാജ്യത്തെ അങ്ങേയറ്റം തകർത്ത് തരിപ്പണമാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇല്ലാതാവേണ്ടത് രാജ്യത്തിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJP അന്ന് മുതൽ ഇന്ന് വരെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം തന്നെയായിരിക്കണം എന്നുള്ളത്. ഈ കണ്ണൂരിൽ നിങ്ങൾ എന്ത് പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നതെന്ന് മാത്രം പറയൂ. നേരത്തെ ആദ്യം അരുൺകുമാർ സൂചിപ്പിച്ചതിനോട് ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു. സാന്നിധ്യം അറിയിക്കാനാണ് NDA മത്സരിക്കുന്നത് എന്ന താങ്കളുടെ വാക്ക് ഫസ്റ്റില് തന്നെ തുടങ്ങി. അതിനോട് ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. 85,000 വോട്ടല്ലേ നിങ്ങൾക്കുള്ളൂ ഈ മണ്ഡലത്തിൽ? അതായത് 84-ൽ 2 സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അതെ, അത് ഉത്തരത്തിലെ കഥയാ. എവിടെയായാലും ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി 303 സീറ്റും ഘടകകക്ഷികളെല്ലാം ചേർന്ന് 353 സീറ്റിലേക്കും ആ പാർട്ടിക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച 10% വോട്ട് ജയിക്കുന്ന വോട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ മാറും. NDA സ്ഥാനാർത്ഥി C. രഘുനാഥ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. പക്ഷേ അത് കോൺഗ്രസിന്റെ പഴയ സ്ഥാനാർത്ഥിയായിരുന്നു സാർ. നാളെ TO മോഹനും ജില്ലാ PP ദിവ്യയും NDA സ്ഥാനാർത്ഥി വരൂല എന്ന് അരുൺ പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. അതായത് ആരായിരുന്നു CPM-ന്റെ മുൻ MLA? നമ്മുടെ രാജേന്ദ്രൻ നിങ്ങളുടെ പാർട്ടിയിൽ എത്തിയിട്ടില്ല. അല്ല, എത്തിയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് അവർക്ക് പോലും വിശ്വാസക്കുറവാണ്. CPM-ന്റെ ചില സംസ്ഥാനത്തെ നേതാക്കന്മാർ ദിവ്യയെ വിനോദ് കുമാർ സംശയിക്കുന്നു. ദിവ്യ മറുപടി ആത്മഹത്യ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വാഹനം പോകുന്ന സമയത്ത് CPM-ന്റെ അനുഭാവികളോട് കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വാഹനം എടുത്ത് പോകുമ്പോൾ ദയവ് ചെയ്തിട്ട് അറിയാതെ BJP-യുടെ കൊടിയുടെ അടിയിൽ പോലും പാർക്ക് ചെയ്യരുത്. കാരണം എന്താ പറയുക, നമ്മൾ BJP പോയി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവര് പ്രചരണം നടത്തുക. അതാണ് രാജേന്ദ്രന്റെ കാര്യം ഇവിടെ പറയുന്നത്. വ്യക്തമാക്കി